ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജസ്റ്റ് ഓൺലി വൺ സൈഡ്. ഇനി ജെആറിന്റെ ഒരേ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ലീവ് നൗ. Maybe your past. ഉത്തര അന്യഗ്രഹ ജീവികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? നിറം പിടിപ്പിച്ച എത്രയോ കഥകൾ അവരെ കുറിച്ചുണ്ട്. എന്തുകൊണ്ട് ഒരാൾക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. ആർക്ക് വേണമെങ്കിലും വളർത്താം, വലുതാക്കാം. ഒരു കഥ കൂടി ഇരിക്കട്ടെ ജെആറിനെ കുറിച്ച്. പക്ഷേ ഈ ചങ്കൂറ്റം, ഷാർപ്പായ പെരുമാറ്റം, വാക്കുകളിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ, ഐ റിയലി ലൈക്ക് ഇറ്റ്. അതുകൊണ്ടാണ് സ്വാമി എന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഞാൻ സമ്മതിച്ചത്. ഉത്തരയുടെ പ്രതിഫലം നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം എന്താണെന്ന് ജെആർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പണത്തിനോട് എനിക്ക് താല്പര്യമില്ല. ലോങ് ലീവിന് ശേഷം ഈ ജോലി വേണ്ടെന്ന് വെക്കാനായിരുന്നു എന്റെ തീരുമാനം. അത് തിരുത്തിയത് ജെആർ ആണ്. ജെആറിനോടുള്ള എന്റെ ആരാധനയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? യെസ്. ഒത്തിരി എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ഹാവ് ടു വെയിറ്റ്. നീ അറിയാത്ത സങ്കല്പ കഥയിലെ ജെആർ അയാളുടെ രാജ്യം വെട്ടിപ്പിടിച്ച് തീരും വരെ കാത്തിരിക്കാമെങ്കിൽ ഉത്തര എന്നേക്കും ജെആറിന്റെ ഭാഗമായിരിക്കും. താങ്ക് യു ജെആർ. So smart and so sharp. സർ. യെസ്. സർ, ഒപ്പിടാനുള്ള ചെക്കുകൾ. എനിത്തിങ് മോർ? നോ സർ. സർ, ഇവര് എന്താ നിങ്ങളുടെ ഡിമാൻഡ്സ്? നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് സമയം. നമുക്കാർക്കും ഉണ്ടാക്കാൻ പറ്റാത്തതും സമയമാണ്. സോ അങ്ങനെ ഒരു ചോദ്യത്തിന് അർത്ഥമില്ല. കടം വീട്ടാൻ കുറച്ച് സമയം മാത്രം ഞങ്ങൾ ചോദിച്ചത്. കടത്തിന് എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റിലെ ഡീറ്റെയിൽസ് ഉണ്ട്. വായ്പ എടുക്കാൻ വന്നപ്പോൾ സംസാരിച്ചത് ഈ രീതിയിലായിരുന്നില്ലല്ലോ. കഴിഞ്ഞോ സ്വാമി?
ഞങ്ങൾക്ക് പറയാനുള്ളത്. നോ എക്സ്ക്യൂസ്. നോ മോർ ഡീറ്റെയിൽസ്. നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് എന്താ? ഞാൻ നിങ്ങൾക്ക് പണം തന്നു, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു. എനിക്ക് എൻ്റെ പണം തിരിച്ചു കിട്ടണം. ഞാൻ പറയുന്ന കണ്ടീഷനിൽ തിരിച്ചു കിട്ടണം. വായ്പ എടുക്കുന്ന ബിസിനസ്സുകളെല്ലാം നന്നാവണമെന്നില്ലല്ലോ. അവർക്കും തുടർന്ന് ജീവിക്കണ്ടേ? എന്തിന്? ഇന്ത്യയിൽ ജനസംഖ്യ ആവശ്യത്തിനുണ്ട്. കുറച്ചുപേര് കുറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ഇനി അല്പം മനുഷ്യത്വത്തോടു കൂടി സംസാരിക്കണം. സോ നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കുന്നില്ല. കാരണം എനിക്ക് മനുഷ്യത്വം അറിയില്ല. ഓക്കെ സ്വാമി, ഇവരുടെ കടങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള എഗ്രിമെന്റ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അത് പൂർത്തിയാകുമ്പോൾ വിവരം അറിയിക്കാന്ന് പറഞ്ഞോളൂ സ്വാമി. ഇവർക്ക് പോവാം. ഹരി, നിങ്ങൾക്ക് പോവാം. അല്ല നിങ്ങള് അല്ല അതെങ്ങനെയാ? ഒരു ഭാഗം മാത്രമല്ലല്ലോ. ജസ്റ്റ് ഓൺലി വൺ സൈഡ്. ഇനി ജെആറിന്റെ ഒരേ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ലീവ് നൗ. ഹരി, എന്തായിരിക്കും ജെആർ പറഞ്ഞ എഗ്രിമെന്റ്? നമ്മളിപ്പോ അറവശാലയിലെ മൃഗങ്ങളല്ലേ, നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. തീരുമാനങ്ങളെല്ലാം കശാപ്പുകാരന്റെ അല്ലേ. ഓഫീസിൽ ചെന്നിരുന്ന ഓരോ നിമിഷവും ഞാൻ അയാളെ തന്നെ ശ്രദ്ധിക്കായിരുന്നു. നോട്ടത്തിലോ ഭാവത്തിലോ ഒന്നും ജീവന്റെ ഒരു ചലനം പോലുമില്ല. ഇങ്ങനെ കുരൊക്കെ മാറാൻ പറ്റുമോ? പറ്റും.